കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ നിന്ന് CPI പുറത്തേക്ക് പോകുമോ? ഈ ഒരു സംശയമാണ് രാഷ്ട്രീയ രംഗത്ത് എല്ലാവരും ഇപ്പോൾ പ്രകടിപ്പിക്കുന്നത്. കാരണം തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷം 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷം ഇടതുപക്ഷ മുന്നണിക്കകത്തുണ്ടായിരിക്കുന്ന ഭിന്നതകൾ മറനീക്കി പുറത്തു വന്നിരിക്കുകയാണ്. പരസ്യമായിട്ട് പാർട്ടി പത്രങ്ങളൊക്കെ തമ്മിൽ ഏറ്റുമുട്ടുന്ന കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. പാർട്ടി നേതാക്കന്മാർ പരസ്യമായ വാഗ്വാദത്തിൽ ഏർപ്പെടുന്നു. പാർട്ടി മുഖപത്രങ്ങൾ പരസ്പരം ഏറ്റുമുട്ടുന്നു. ഏതാണ്ട് ഒരു വേർപിരിയലിന്റെ പക്കത്താണോ CPIയും CPMും എന്നുള്ള ഒരു സംശയത്തിലേക്കാണ് കാര്യങ്ങളൊക്കെ പോകുന്നത്. കാരണം CPI പറയുന്നത് 1979 PK വാസുദേവൻ നായരായിരുന്നു കേരളത്തിലെ മുഖ്യമന്ത്രി. ആ മുഖ്യമന്ത്രി പദം ത്യജിച്ചിട്ടാണ് തങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉണ്ടാക്കിയത് എന്നാണ് പറയുന്നത്. ആ സമയത്ത് CPM പറയുന്നത് അതുവരെ ഉണ്ടായിരുന്നത് ഒരു വലതുപക്ഷ സർക്കാരായിരുന്നു എന്ന് പറയുന്നു. അപ്പോൾ വലതുപക്ഷ സർക്കാരാണ്. അപ്പം ആ വലതുപക്ഷ സർക്കാരിൽ നിന്ന് CPI മാറിയിട്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലേക്ക് വന്നത് എന്നുള്ളൊരു നിലപാടാണ് CPMനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. പക്ഷേ CPI പറയുന്നത് അതൊരു വലതുപക്ഷ സർക്കാർ ആയിരുന്നില്ല. കാരണം 1970 കേരളത്തിൽ ഭൂപരിഷ്കരണം നടപ്പിലാക്കിയത്. അങ്ങനെ ഭൂപരിഷ്കരണം നടപ്പിലാക്കിയ ഒരു സർക്കാരിനെ എങ്ങനെയാണ് ഒരു വലതുപക്ഷ സർക്കാർ എന്ന് പറയാൻ കഴിയുക എന്നാണ് CPI ചോദിക്കുന്നത്. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വാഗ്ധോരണികളാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരു ഭാഗത്ത് CPI നിൽക്കുന്നു, മറുഭാഗത്ത് CPM നിൽക്കുന്നു. ആരാണ് പുരോഗമനവാദി എന്നുള്ള കാര്യത്തിലായിരിക്കും ഒരുപക്ഷെ ഇവർ തമ്മിലുള്ള തർക്കം. കേരളത്തിലെ CPMന്റെ ഭരണകാലത്ത് മാവോയിസ്റ്റുകൾ എന്ന പേരിൽ കമ്മ്യൂണിസ്റ്റുകാരെയും അല്ലാത്ത ആളുകളെയൊക്കെ യുവാക്കളെയൊക്കെ വെടിവെച്ച് കൊന്ന കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യണം എന്നാണ് CPI പറയുന്നത്. അപ്പോൾ ഇത് CPMനെതിരായിട്ടുള്ള പരോക്ഷമായ ഒരു ആക്രമണം കൂടിയാണ്. നമുക്കറിയാം 1964 CPIയും CPMും രണ്ട് പാർട്ടിയാകുന്നത്. ഈ പാർട്ടിയായിട്ട് രണ്ട് പാർട്ടികളായിട്ട് അവർ ഭിന്നിക്കാനുള്ള കാരണം തന്നെ വിദേശ ബന്ധമായിരുന്നു. കാരണം ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് കൂടുതൽ ആഭിമുഖ്യം ഉള്ള ഒരു നിലപാടായിരുന്നു CPMന്റെ ഭാഗത്തു നിന്ന് വന്ന ആളുകൾ എടുത്തത്. മറ്റവർക്ക് റഷ്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിട്ടായിരുന്നു കൂടുതൽ ബന്ധം. അന്ന് കേരളത്തിൽ VS അച്യുതാനന്ദനെ പോലുള്ള ആളുകളാണ് CPIയുടെ ദേശീയ കൗൺസിലിൽ ഇറങ്ങി വന്നിട്ട് CPM രൂപീകരിക്കാൻ മുൻകൈ എടുത്തത്. അപ്പോൾ അതൊരു ചരിത്രത്തിന്റെ ഭാഗമാണ്. CPI പലപ്പോഴും CPIയെ പലരും വലതുപക്ഷ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലെങ്കിൽ വലത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നാണ് പറയുന്നത്. കാരണം അവർ കോൺഗ്രസുമായിട്ടൊക്കെ ആയിരുന്നു സഖ്യം ഉണ്ടാക്കിയിരുന്നത്. CPM ആണെങ്കിൽ തങ്ങളാണ് യഥാർത്ഥത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന നിലപാടെടുത്തു. അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച സമയത്ത് ഇന്ദിരാഗാന്ധി ജനാധിപത്യ അവകാശങ്ങളൊക്കെ കവർന്നെടുക്കുകയും പത്രസ്വാതന്ത്ര്യമൊക്കെ നിഷേധിക്കുകയും പ്രതിപക്ഷ നേതാക്കന്മാരെയൊക്കെ അറസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്ത സമയത്ത്, അല്ലെങ്കിൽ ഭരണഘടന അടിച്ചമർത്തി, അല്ലെങ്കിൽ ഭരണഘടനയിലെ തന്നെ പഴുതുകൾ ഉപയോഗിച്ചുകൊണ്ട് ജനാധിപത്യ അവകാശങ്ങളൊക്കെ ഇല്ലാതാക്കിയ സമയത്ത് അതിൻ്റെ കൂടെ നിന്ന ആളുകളാണ് CPI എന്നുള്ളതാണ് അവർക്ക് നേരെ ഉയർന്ന ആരോപണം. അതേസമയത്ത് CPM അടിയന്തരാവസ്ഥയുടെ തുടക്കത്തിലൊക്കെ അതിശക്തമായിട്ട് CPM എതിർത്തിരുന്നെങ്കിലും പിന്നീട് അവരുടെ നേതാക്കളെയൊക്കെ ജയിലിൽ നിന്ന് വിട്ടയക്കുകയായിരുന്നു ചെയ്തിരുന്നത്. പിന്നീടാണ് 1977 വീണ്ടും അപ്പോൾ കേരളത്തിലാണെങ്കിൽ 1977 K കരുണാകരന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ ഉണ്ടാകുന്നു. ആ മന്ത്രിസഭയ്ക്കെതിരായിട്ടുള്ള രാജൻ കേസൊക്കെ വന്ന സമയത്താണ് പിന്നീട് അത് മുഖ്യമന്ത്രി സ്ഥാനം PKVക്ക് കിട്ടുന്നത്, PK വാസുദേവൻ നായർക്ക് കിട്ടുന്നത്. ആ മുന്നണിയിൽ നിന്ന് തെറ്റിപ്പിരിഞ്ഞിട്ടാണ് 1980 EK നായരുടെ നേതൃത്വത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി രൂപീകരിക്കുന്നത്. അപ്പോൾ ഇതാണ് രണ്ടു പാർട്ടികളും തമ്മിലൊരു ബന്ധങ്ങളുടെയും അല്ലെങ്കിൽ അവരുടെ തമ്മിലുള്ള ശത്രുതയുടെയും ഐക്യപ്പെടലിൻ്റെയൊക്കെ ചരിത്രം. ഇപ്പോൾ ഇന്ത്യയിൽ ദേശീയ തലത്തിൽ ഇപ്പോൾ BJP ആണ് ഭരണകക്ഷി. BJP എതിർക്കാൻ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ കക്ഷികൾ ഇന്ത്യ മുന്നണി എന്ന പേരിലാണ് ഇപ്പോൾ ഒരുമിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഇന്ത്യ മുന്നണിയിലെ സഖ്യകക്ഷികളാണ് കോൺഗ്രസും CPMും CPIയും ഒക്കെ. പക്ഷേ കേരളത്തിൽ അവർ രണ്ട് മുന്നണിയിലാണെന്ന് മാത്രം. അപ്പം അതുകൊണ്ട് തന്നെ കേരളത്തിലെ CPMുമായിട്ട് ഏറ്റുമുട്ടൽ നടത്തിക്കൊണ്ടിരുന്ന CPI, കാരണം രണ്ട് പാർട്ടിയാണ്, രണ്ട് പാർട്ടിയുടെയും ഏതാണ്ട് വിളനിലം ഒന്ന് തന്നെയാണ്, ഒരേ ആളുകളെയാണ് അവർ കൊണ്ടുവരേണ്ടത് പാർട്ടിയിലേക്ക്. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും CPIയും CPMും തമ്മിലുള്ളൊരു ഏറ്റുമുട്ടൽ അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസം സ്വാഭാവികമാണ്. ഇപ്പം തന്നെ പല CPI നേതാക്കന്മാർ പറയുന്നു അധികാരം പോയിട്ട് പോലും CPMന്റെ ആ ധിക്കാരം മാറിയിട്ടില്ല എന്നാണ് CPIയുടെ നേതാക്കൾ പറയുന്നത്. അപ്പം ഇതൊക്കെ സൂചിപ്പിക്കുന്നത് CPI സമീപകാല ഭാവിയിൽ അവർ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിട്ടുപോകുമോ എന്ന സംശയമാണ്. നേരത്തെ പ്രതിപക്ഷ ഉപനേതാവിൻ്റെ പദവിയെ സംബന്ധിച്ച് തർക്കമുണ്ടായിരുന്നു. കാരണം CPI പറയുന്നത് തങ്ങൾക്കത് കിട്ടണം. കാരണം
തങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ രണ്ടാമത്തെ വലിയ കക്ഷിയാണ്. അപ്പോൾ തങ്ങൾക്ക് പ്രതിപക്ഷ ഉപനേതാവ് പദവി കിട്ടണമെന്ന് പറയുന്ന സമയത്ത് കീഴ്വഴക്കം, അങ്ങനെ ഒരു കീഴ്വഴക്കമില്ല എന്നാണ് പിണറായി വിജയൻ പറയുന്നത്. ആ സമയത്ത് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞത്, അങ്ങനെ കീഴ്വഴക്കങ്ങൾ ഉണ്ടെങ്കിൽ ആ കീഴ്വഴക്കങ്ങൾ ലംഘിക്കപ്പെടേണ്ടതാണ്, പുതിയ ചരിത്രം സൃഷ്ടിക്കണം, തങ്ങൾക്കത് തന്നേ പറ്റൂ എന്ന് പറഞ്ഞു. ആ സമയത്ത് എന്തുകൊണ്ടാണ് നിങ്ങൾ പരസ്യമായിട്ട് ഇത് പ്രകടിപ്പിക്കുന്നത് എന്ന് ഉള്ള വിമർശനമായിരുന്നു CPM നടത്തിയതെങ്കിൽ CPI പറഞ്ഞത് തങ്ങളിത് പാർട്ടിക്കകത്തും മുന്നണിക്കകത്തും ഒക്കെ തങ്ങളിത് സൂചിപ്പിച്ചതാണ്, അത് നടക്കാത്തത് കൊണ്ടാണ് ആ വിവരം പുറത്തേക്ക് വന്നത് എന്നാണ് CPI പറയുന്നത്. ഏതായാലും CPM-ഉം CPI-യും തമ്മിലുള്ള വലിയ തർക്കം, കാരണം ദേശീയ തലത്തിൽ അവരെ സംബന്ധിച്ചിടത്തോളം BJP-യെ അധികാരത്തിൽ നിന്ന് പുറത്താക്കണം എന്നുള്ളതാണ്. രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലും, കേരളം ഒഴികെ എല്ലാ സംസ്ഥാനങ്ങളിലും കോൺഗ്രസും CPM-ഉം CPI-യും ഒക്കെ ഒരുമിച്ചാണ് മത്സരിക്കുന്നത്. അപ്പോൾ കേരളത്തിൽ മാത്രം എന്തുകൊണ്ട് കോൺഗ്രസിന്റെ കൂടെ കൂടിക്കൂടാ എന്നുള്ളൊരു ചോദ്യം CPI ഉയർത്തിയേക്കാം. കാരണം CPIക്ക് അങ്ങനെ ചില ന്യായീകരണങ്ങൾ പറയാൻ കഴിയും. കാരണം ഇന്ത്യയിലെ എല്ലാ സ്ഥലത്തും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ കോൺഗ്രസിന്റെ കൂടിയാണ് നിൽക്കുന്നത്. അപ്പോൾ കേരളത്തിലും എന്തുകൊണ്ട് നിന്നുകൂടാ എന്നൊരു ചോദ്യം CPI-യെ സംബന്ധിച്ചിടത്തോളം അവർക്ക് CPM-ൽ നിന്ന് കിട്ടുന്നത് ഒരു മോശമായ സമീപനമാണ് എന്ന് അവരുടെ അണികൾ പറയുന്നു. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടാക്കി കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ നിന്ന് പുറത്തു പോകാനുള്ള ശ്രമമാണ് CPI നടത്തുന്നത്. CPM-നെ സംബന്ധിച്ചിടത്തോളം UDF-ന്റെ വിജയത്തിന് കാരണം, അല്ലെങ്കിൽ LDF-ന്റെ പരാജയത്തിന് കാരണം പലപ്പോഴും CPI-യുടെ നിലപാടുകളായിരുന്നു എന്നൊരു സമീപനം CPM എടുത്തിട്ടുണ്ട്. ഇപ്പോൾ തന്നെ കൊല്ലം ജില്ലയിലെ CPM-ന്റെ ജില്ലാ നേതൃയോഗത്തിൽ വന്നത് ഭരണവിരുദ്ധ വികാരം കൊണ്ടല്ല LDF തോറ്റത്, മറിച്ച് CPI കൊണ്ടാണ് LDF തോറ്റത്. കാരണം CPIക്ക് കേരളത്തിൽ സാമാന്യം സ്വാധീനമുള്ള 2 ജില്ലകൾ, ഒന്ന് കൊല്ലമാണ്, മറ്റേത് തൃശ്ശൂരാണ്. ഈ കൊല്ലം ജില്ലയിൽ ഈ LDF-നെ പരാജയപ്പെടുത്തിയത് CPI ആണ് എന്നുള്ളൊരു നിഗമനത്തിലേക്കാണ് കേരളത്തിലെ CPM എത്തിയിരിക്കുന്നത്. അത് കൊല്ലത്തെ മാത്രം കാര്യമല്ല, കേരളത്തിൽ തന്നെ PMശ്രീയുടെ പേരിലൊക്കെ വിവാദമുണ്ടാക്കി കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന് കേന്ദ്രത്തിലെ BJP-യുമായിട്ട് രഹസ്യബന്ധമുണ്ട് എന്നുള്ളൊരു സംശയം വളർത്തിയെടുക്കാൻ CPI-യുടെ ആരോപണങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് കേരളത്തിലെ മുസ്ലിം ന്യൂനപക്ഷം പല തെരഞ്ഞെടുപ്പുകളിലും LDF-ന്റെ കൂടെ നിന്ന 2016-ലെയും 2021-ലെയും തെരഞ്ഞെടുപ്പുകളിൽ വലിയൊരു വിഭാഗം മുസ്ലിം ന്യൂനപക്ഷം LDF-ന്റെ കൂടെയായിരുന്നു. പക്ഷേ ഇത്തവണ ബ്ലോക്കായിട്ട് അവർ UDF-ന്റെ കൂടെ പോകാനുള്ള കാരണം CPI ഉൾപ്പെടെയുള്ള പാർട്ടികൾ മുന്നണിക്കകത്ത് നിന്നുകൊണ്ട് കേന്ദ്ര സർക്കാരുമായിട്ട് കേരളത്തിലെ CPM നേതൃത്വം നടത്തുന്ന അഡ്ജസ്റ്റ്മെന്റുകളെ തുറന്നു കാണിച്ചത് കൊണ്ടാണ് എന്നുള്ളൊരു പൊതു ചർച്ച വന്നിരുന്നു. അപ്പോൾ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ CPI-യുമായിട്ട് അണികളാണെങ്കിലും നേതൃത്വമാണെങ്കിലും വളരെ അകന്നു കഴിയുകയാണ്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് പ്രതിപക്ഷ ഉപനേതാവ് പദവി വേണമെന്നൊക്കെ അവർ ആവശ്യപ്പെടുകയും CPM നിരാകരിക്കുകയും ചെയ്തത്. ഇതേ തുടർന്നാണ് 2 പാർട്ടികളെ മുഖപത്രമായ നവയുഗവും ചിന്തയും ഒക്കെ പരസ്പരം ഏറ്റുമുട്ടുന്ന രീതിയിലേക്ക് പോകുന്നത്. ഇതിൻ്റെ ഒരു ആത്യന്തികമായ ഫലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ നിന്ന് CPI മാറുകയും അവർ പഴയ തട്ടകമായ, കാരണം അച്യുതമേനോൻ ദീർഘകാലം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്നു, ആ അച്യുതമേനോൻ CPI-കാരനായിരുന്നു, കരുണാകരൻ ആഭ്യന്തരമന്ത്രിയായിരുന്നു, അങ്ങനെ CPI-യുടെ നേതൃത്വത്തിലുള്ളതായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം കേരളത്തിലെ ഭരണമുന്നണി. അങ്ങനെ കോൺഗ്രസ് CPI സഖ്യം, ആ മുസ്ലിം ലീഗ് സഖ്യത്തിലേക്ക് തിരിച്ചു പോവാൻ CPI തയ്യാറെടുക്കുന്നു എന്നുള്ളതിൻ്റെ സൂചനകളാണ് ഇപ്പോൾ നടക്കുന്ന CPI-CPM വിവാദം എന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു.